വെൽക്കം ബാക്ക്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളോട് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ, പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ അവർക്ക് കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ അതിൽ ഞാൻ ചെറിയ കുട്ടികളോട് പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയല്ല, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും, പ്രത്യേകിച്ച് കുറച്ച് വലിയ കുട്ടികളോടൊക്കെ നമ്മൾ പറയുന്ന തരം കാര്യങ്ങൾ ഞാൻ ഇന്നത്തേൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ സെഷൻ തുടങ്ങാം. ചിലപ്പോൾ നമ്മൾ കുട്ടികളുമായിട്ട് സ്കൂളിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും, വഴിയിൽ വെച്ചിട്ടായിരിക്കും കാണുന്നത് ഷൂവിൻ്റെ ലേസ് അഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയുക? യുവർ ഷൂ ലേസസ് ആർ അൺഡൺ എന്ന് പറയാം, അല്ലെങ്കിൽ യുവർ ഷൂ ലേസ് ഇസ് അൺഡൺ. അപ്പോൾ ഇവിടെ അൺഡൺ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അഴിഞ്ഞു കിടക്കുന്നു എന്നാണ്. നേരത്തെ കെട്ടിയിരുന്നതാണ്, ഇപ്പോൾ അഴിഞ്ഞു പോയി. ഇതേ കാര്യം നമുക്ക് ഇങ്ങനെയും പറയാം, യുവർ ഷൂ ലേസസ് ഹാവ് കം ലൂസ്. അതായത് ഷൂ ലേസ് അഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇത് കെട്ടി വെക്കൂ എന്നോട് പറയണമല്ലോ, അതിന് പറയാം ടൈ ദെം അപ്പ്. ടൈ ദെം അപ്പ്. ഇനി ഷൂസ് ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ ചെറിയ കുട്ടികൾക്ക് വരുന്നൊരു അബദ്ധം കേട്ടോ. അവർ ഇടത് കാലിൽ ഇടേണ്ട ഷൂ വലത് കാലിലും തിരിച്ചു വിട്ട് വയ്ക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ആ ഷൂ ശരിയായ കാലിൽ ഇടൂ എന്ന് പറയണമല്ലോ. അതെങ്ങനെ പറയും? യുവർ ഷൂസ് ആർ ഓൺ ദ റോങ് ഫീറ്റ്. അതായത് ഷൂസ് ഇട്ടിരിക്കുന്നത് മാറിപ്പോയി. വെയർ ദെം റൈറ്റ്. അത് ശരിയായി ഇടൂ എന്നാണ് അർത്ഥം. യുവർ ഷൂസ് ആർ ഓൺ ദ റോങ് ഫീറ്റ്, വെയർ ദെം റൈറ്റ്. അതുപോലെ വേറൊരു കാര്യം, ചിലപ്പോൾ നമ്മൾ കാണാറില്ലേ കുട്ടികൾ പാദം ഇങ്ങനെ നിലത്ത് ഉരച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യല്ലേ എന്നെങ്ങനെ പറയും? അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഈ നിലത്തുകൂടെ ഉരയ്ക്കുക അല്ലെങ്കിൽ വലിച്ചഴച്ചുകൊണ്ട് പോകാതൊക്കെ ഉള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന വാക്ക് ഡ്രാഗ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയും? പ്ലീസ് സ്റ്റോപ്പ് ഡ്രാഗിങ് യുവർ ഫീറ്റ്, അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡ്രാഗ് യുവർ ഫീറ്റ്. പ്ലീസ് സ്റ്റോപ്പ് ഡ്രാഗിങ് യുവർ ഫീറ്റ് അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡ്രാഗ് യുവർ ഫീറ്റ്. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. ഇനി കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിനടുത്ത് വന്നിരിക്കുന്ന സീനൊന്ന് ഓർത്ത് നോക്കൂ. അവിടെ വെച്ച് നമുക്ക് അവരോട് പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, കുട്ടികൾ സ്വയം വിളമ്പി കഴിക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും ചെയ്യാറുള്ളത് ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം പ്ലേറ്റിലേക്ക് വിളമ്പും. അപ്പോൾ അതങ്ങനെ ചെയ്യരുത് എന്നെങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ടേക്ക് ഓൺലി ആസ് മച്ച് ഫുഡ് ആസ് യു നീഡ് എന്ന് വെച്ചാൽ എന്താണ്? ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം എടുക്കൂ എന്നാണ് നമ്മൾ പറയുന്നത്. ടേക്ക് ഓൺലി ആസ് മച്ച് ഫുഡ് ആസ് യു നീഡ്. ഇങ്ങനെ പറയാം, പ്ലേറ്റിൽ നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ നിറയ്ക്കേണ്ടതില്ല. അപ്പോൾ അതെങ്ങനെ പറയും? ഇറ്റ്സ് ബെറ്റർ not to overload your plate. It's better not to overload your plate. അതായത് പ്ലേറ്റിൽ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വിളമ്പി വെക്കണ്ട എന്ന് തന്നെയാണ് അർത്ഥം. അതുപോലെ മിക്കവാറും എല്ലാ വീടുകളിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടി വരാറുള്ളൊരു കാര്യമാണ് പ്ലേറ്റിൽ ഭക്ഷണം ബാക്കിയാക്കരുത് എന്ന്. അതെങ്ങനെ പറയുക? ഡോണ്ട് ലീവ് എനി ഫുഡ് ഓൺ യുവർ പ്ലേറ്റ്. ഡോണ്ട് ലീവ് എനി ഫുഡ് ഓൺ യുവർ പ്ലേറ്റ്. അല്ലെങ്കിൽ ഡോണ്ട് വേസ്റ്റ് ഫുഡ് എന്നും പറയാം. ഭക്ഷണം ബാക്കിയാക്കരുത് എന്ന്. ഡോണ്ട് വേസ്റ്റ് ഫുഡ്. അതുപോലെ കുട്ടികൾ ചെയ്യാറുള്ളൊരു കാര്യമാണ്, ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുൻപ് ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സോ ഒക്കെ എടുത്ത് കഴിക്കാൻ നോക്കും. അപ്പോൾ അതിപ്പോൾ എടുക്കരുത്, ഭക്ഷണം കഴിഞ്ഞിട്ട് അതെടുത്താൽ മതി എന്ന് നമ്മൾ പറയാറില്ലേ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? പുട്ട് ദ ചോക്ലേറ്റ് ബാക്ക്, യു ക്യാൻ ഹാവ് ഇറ്റ് ആഫ്റ്റർ ഡിന്നർ. പുട്ട് ദ ചോക്ലേറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ആ ചോക്ലേറ്റ് തിരിച്ചു വയ്ക്കൂ. ഇപ്പോൾ രാത്രിയിലെ ഭക്ഷണമാണെങ്കിൽ ഡിന്നർ അത് കഴിഞ്ഞിട്ട് കഴിക്കാം എന്നാണ് നമ്മളോട് പറയുന്നത്. യു ക്യാൻ ഹാവ് ഇറ്റ് ആഫ്റ്റർ ഡിന്നർ. മറ്റൊന്ന്, നമ്മുടെ വീട്ടിൽ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെയാണ് അവർക്ക് ഈ ടേബിൾ മാനേഴ്സൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ സമയം. അപ്പോൾ കുട്ടികൾ പലപ്പോഴും ഭക്ഷണം വായിൽ വെച്ചുകൊണ്ടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, ഭക്ഷണം വായിലിരിക്കുമ്പോൾ സംസാരിക്കരുത്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? യു ഷുഡിൻ ടോക്ക് വിത്ത് യുവർ മൗത്ത് ഫുൾ. യു ഷുഡിൻ ടോക്ക് വിത്ത് യുവർ മൗത്ത് ഫുൾ. അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്, ഭക്ഷണം ചവയ്ക്കുമ്പോൾ എപ്പോഴും വായ അടച്ച് പിടിക്കണം എന്ന് അല്ലേ. അതായത് വായ തുറന്നുകൊണ്ട് ചവയ്ക്കരുത് എന്ന് പറയാറുണ്ട്. അതെങ്ങനെ പറയുക? ഡോണ്ട് ച്യൂ വിത്ത് യുവർ മൗത്ത് ഓപ്പൺ. ഡോണ്ട് ച്യൂ, അതായത് ചവയ്ക്കരുത് വായ തുറന്നിരിക്കുമ്പോൾ, അതാണ് ഡോണ്ട് ച്യൂ വിത്ത് യുവർ മൗത്ത് ഓപ്പൺ. നമ്മുടെ വീട്ടിലുള്ളത് കുറച്ചുകൂടെ വലിയ കുട്ടികളാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി പേരൻസിന് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടി വരാറുണ്ട്. ഭക്ഷണ സമയത്ത് ഫോൺ നോക്കരുത് എന്ന കാര്യം. അപ്പോൾ അതെങ്ങനെ പറയുക? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഡൈനിങ് ടേബിളിൽ ഫോൺ പാടില്ല എന്ന് പറയാം. അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക എന്ന് നോക്കാം. പ്ലീസ് കീപ്പ് യുവർ ഫോൺ ഓഫ് ദ ഡൈനിങ് ടേബിൾ.
ടു കീപ് സംതിങ് ഓഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു വസ്തു അവിടെ നിന്ന് മാറ്റി വയ്ക്കുക എന്നാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഫോൺ ടേബിളിൽ നിന്ന് മാറ്റി വയ്ക്കൂ. പ്ലീസ് കീപ് യുവർ ഫോൺ ഓഫ് ദ ഡൈനിങ് ടേബിൾ. ഇവിടെ ഓഫ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ സ്പെല്ലിംഗ് കണ്ടല്ലോ, OFF ആണ് കേട്ടോ സ്പെല്ലിംഗ്. ഇങ്ങനെയും പറയാം, പുട്ട് യുവർ ഫോൺ അവേ വൈൽ ഹാവിങ് ഡിന്നർ. ഞാനിവിടെ ഡിന്നർ എന്ന് പറയാൻ കാരണം മിക്കവാറും എല്ലാ വീടുകളിലും രാത്രി ഭക്ഷണമായിരിക്കും എല്ലാ അംഗങ്ങളും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് അല്ലേ. കാരണം ഉച്ചയ്ക്ക് മിക്കവാറും എല്ലാവരും തന്നെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഫോൺ മാറ്റി വയ്ക്കൂ. പുട്ട് യുവർ ഫോൺ അവേ വൈൽ ഹാവിങ് ഡിന്നർ. പ്രത്യേകിച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞേക്കാം, നീ ദിവസം മുഴുവനും ഈ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. അപ്പോൾ അതെങ്ങനെ പറയുക? യു ഹവ് ബീൻ സ്റ്റെയറിങ് അറ്റ് യുവർ ഫോൺ ഓൾ ഡേ. ടു സ്റ്റെയർ അറ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണതല്ലേ, യു ഹവ് ബീൻ സ്റ്റെയറിങ് അറ്റ് യുവർ ഫോൺ ഓൾ ഡേ. എന്നിട്ട് നമ്മൾ എന്തായിരിക്കും പറയുന്നത്? ഇപ്പോൾ പഠിക്കാനുള്ള സമയമാണ്, ഫോൺ മാറ്റി വയ്ക്കൂ. അതെങ്ങനെ പറയും? നൗ ഇറ്റ് ഈസ് സ്റ്റഡി ടൈം, പുട്ട് യുവർ ഫോൺ അവേ. നൗ ഇറ്റ്സ് സ്റ്റഡി ടൈം, പുട്ട് യുവർ ഫോൺ അവേ. ചിലപ്പോൾ അമ്മ അടുക്കളയിൽ നല്ല ജോലി തിരക്കിലായിരിക്കും. അപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും, അച്ഛനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ കുട്ടിയോട് പറഞ്ഞേക്കാം, അടുക്കളയിൽ അമ്മയെ ഒരു കൈ സഹായിക്കൂ എന്ന്. അപ്പോൾ അതെങ്ങനെയാണ് പറയുക ഇംഗ്ലീഷിൽ? ലെൻഡ് യുവർ മദർ എ ഹാൻഡ് ഇൻ ദ കിച്ചൺ. ലെൻഡ് യുവർ മദർ എ ഹാൻഡ് ഇൻ ദ കിച്ചൺ. അപ്പോൾ ലെൻഡ് എ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കൈ സഹായം ചെയ്യൂ എന്നാണ് അർത്ഥം. ഇതേ കാര്യം നിനക്ക് അമ്മയൊന്ന് സഹായിച്ചൂടെ അല്ലെങ്കിൽ അമ്മയൊന്ന് സഹായിക്കാമോ എന്നൊക്കെയുള്ളൊരു ചോദ്യമാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ലെൻഡ് യുവർ മദർ എ ഹാൻഡ് ഇൻ ദ കിച്ചൺ. വിൽ യു? അവിടെ വിൽ യു എന്നൊരു ചെറിയ ചോദ്യം ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ അടുക്കും ചിട്ടയോടും കൂടെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് കുട്ടികൾ പഠിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം, കളിച്ചു കഴിയുമ്പോൾ ടോയ്സ് യഥാസ്ഥാനത്ത് തിരിച്ചു വയ്ക്കണം. ഇതെങ്ങനെ പറയും? പുട്ട് അവേ യുവർ ടോയ്സ് ആഫ്റ്റർ പ്ലേയിങ്. ടു പുട്ട് സംതിങ് അവേ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു അതിൻ്റേതായ സ്ഥാനത്ത്, ആ യഥാസ്ഥാനത്ത് തിരിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുട്ട് അവേ യുവർ ടോയ്സ് ആഫ്റ്റർ പ്ലേയിങ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, പുട്ട് അവേ യുവർ തിങ്സ് വെൻ യു ആർ ഡൺ. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആവശ്യം കഴിയുമ്പോൾ അത് തിരിച്ചു വയ്ക്കുക. പുട്ട് അവേ യുവർ തിങ്സ് വെൻ യു ആർ ഡൺ. അതുപോലെ പഠിച്ചു കഴിയുമ്പോൾ പുസ്തകങ്ങളൊക്കെ തിരിച്ച് ഷെൽഫിൽ കൊണ്ട് ഒതുക്കി വെക്കുക എന്നൊക്കെ ഉള്ളതും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഡോണ്ട് ഫൊർഗെറ്റ് ടു പുട്ട് യുവർ ബുക്സ് ബാക്ക് വെൻ യു ഹാവ് ഫിനിഷ്ഡ് വിത്ത് ദെം. അതായത് പഠിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം തിരിച്ച് കൊണ്ടുപോയി വയ്ക്കുക. ഡോണ്ട് ഫൊർഗെറ്റ് ടു പുട്ട് യുവർ ബുക്സ് ബാക്ക് വെൻ യു ഹാവ് ഫിനിഷ്ഡ് വിത്ത് ദെം. മറ്റൊന്ന്, കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അവരുടെ റൂമിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയാറില്ലേ, നിൻ്റെ റൂമിലെല്ലാം ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നു, അത് വൃത്തിയാക്കിയിടും. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? യുവർ റൂം ഇസ് ഇൻ എ മെസ്, പ്ലീസ് ടൈഡി ഇറ്റ് അപ്പ്. യുവർ റൂം ഇസ് ഇൻ എ മെസ്, പ്ലീസ് ടൈഡി ഇറ്റ് അപ്പ്. ഇനി അത് ഇപ്പം തന്നെ വൃത്തിയാക്കിയിടൂ എന്നാണ് പറയേണ്ടതെങ്കിലോ? പ്ലീസ് ടൈഡി ഇറ്റ് അപ്പ് റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ മതി. റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ, ഈ നിമിഷം തന്നെ ചെയ്യൂ എന്നർത്ഥം. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ അവർ പല കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്യും, ഒന്നും ശരിയായിട്ട് ചെയ്യുകയില്ല. അപ്പോൾ ഒരു കാര്യം ഒരു സമയത്ത് ചെയ്യൂ, ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് ചെയ്യൂ എന്നാണ് പറയേണ്ടതെങ്കിലോ എങ്ങനെയാണ് പറയുക? ഡു വൺ തിങ് അറ്റ് എ ടൈം ആൻഡ് ഡു ഇറ്റ് വെൽ. ഡു വൺ തിങ് അറ്റ് എ ടൈം ആൻഡ് ഡു ഇറ്റ് വെൽ. അതായത് ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യൂ, ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്യൂ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മൾ കുറേ ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ചിലപ്പോൾ കുട്ടികൾ വീട്ടിൽ തന്നെ തല്ലുകൂടാറുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നേക്കാം, നീ അനിയനോട് ഇങ്ങനെ ഒച്ചയിൽ കയർത്ത് ഒന്നും സംസാരിക്കല്ലേ, ദേഷ്യപ്പെടല്ലേ എന്നൊക്കെ. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഡോണ്ട് ഷൗട്ട് അറ്റ് യുവർ ബ്രദർ അല്ലെങ്കിൽ ഡോണ്ട് യെൽ അറ്റ് യുവർ ബ്രദർ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നീ ചേട്ടനോട് അല്ലെങ്കിൽ അനിയനോട് ഇങ്ങനെ ബഹളം വെച്ച് ഒച്ചയിൽ സംസാരിക്കല്ലേ എന്നാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ, മറ്റുള്ളവരെ നമ്മൾ കളിയാക്കരുത്, പരിഹസിക്കരുത് എന്ന്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? യു ഷുഡിൻറ്റ് മേക്ക് ഫൺ ഓഫ് അതേഴ്സ്. യു ഷുഡിൻറ്റ് മേക്ക് ഫൺ ഓഫ് അതേഴ്സ്. മറ്റൊന്ന്, ചിലപ്പോൾ കുട്ടികൾ അവർ പോലും അറിയാതെ മൂക്കിലൊക്കെ ഇങ്ങനെ വിരലിടാറുണ്ട് അല്ലേ. ചിലപ്പോൾ അത് പുറത്ത് വെച്ചായിരിക്കും ചെയ്യുന്നത്, അത് നമുക്ക് വളരെ എംബാരസിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പം അത് പാടില്ല എന്ന് എങ്ങനെയാണ് കുട്ടികളോട് ഇംഗ്ലീഷിൽ പറയുക? ഡോണ്ട് പിക്ക് യുവർ നോസ്, ഇറ്റ്സ് ഗ്രോസ്. അതായത് മൂക്കിൽ കൈയിടരുത്, അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഡോണ്ട് പിക്ക് യുവർ നോസ്, ഇറ്റ്സ് ഗ്രോസ്. അതുപോലെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവരൊരു ക്യൂവിലൊക്കെ നിൽക്കേണ്ടി വന്നാൽ
അവരുടെ ഊഴത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കണം. അതാണ് അതിൻ്റെ മര്യാദ എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? യു ഷുഡ് വെയിറ്റ് യുവർ ടേൺ. യു ഷുഡ് വെയിറ്റ് ഫോർ യുവർ ടേൺ എന്നും പറയാം. അതായത് നിൻ്റെ ഊഴത്തിനായിട്ട് നീ കാത്തു നിൽക്കുക. യു ഷുഡ് വെയിറ്റ് യുവർ ടേൺ. അതുപോലെ എവിടെയെങ്കിലും ഒരു ലൈനിൽ നിൽക്കുകയാണെങ്കിൽ, അതായത് ഒരു ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ ആ ക്യൂ പാലിക്കേണ്ടത് ആവശ്യമാണ്. ഇടയ്ക്ക് വെച്ച് നിര തെറ്റിച്ച് മുന്നിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന് പറയണമല്ലോ. അപ്പം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഡോണ്ട് ജംപ് ദ ക്യൂ എന്ന് പറഞ്ഞാൽ മതി. ടു ജംപ് ദ ക്യൂ എന്ന് പറഞ്ഞാൽ ഈ നിര തെറ്റിച്ച് മുന്നിലേക്ക് പോവുക. ഡോണ്ട് ജംപ് ദ ക്യൂ. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, കുട്ടികൾക്ക് ആരെങ്കിലും അവരോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് മുഴുവൻ കേട്ട് നിൽക്കാനുള്ള ക്ഷമയുണ്ടാവാറില്ല. അപ്പോൾ അതിന് മുൻപ് അവർക്ക് എന്താണോ പറയേണ്ടത് അത് പറയാനായിരിക്കും അവർ നോക്കുന്നത്. അപ്പോൾ അത് പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് മാത്രം ഉത്തരം പറയുക എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുക? യു ഷുഡ് ലിസൺ ഫസ്റ്റ് ആൻഡ് ടോക്ക് ലേറ്റർ. യു ഷുഡ് ലിസൺ ഫസ്റ്റ് ആൻഡ് ടോക്ക് ലേറ്റർ. ആദ്യം ശ്രദ്ധിച്ച് കേൾക്കൂ, എന്നിട്ട് നിനക്ക് പറയാനുള്ളത് പറയൂ. അതുപോലെ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി പറയരുത്, അവരുടെ സംസാരം തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? യു ഷുഡിൻ ഇൻറ്ററപ്റ്റ് അതേഴ്സ് വെൻ ദേ ആർ ടോക്കിംഗ്. മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി തടസ്സപ്പെടുത്തരുത്. യു ഷുഡിൻ ഇൻറ്ററപ്റ്റ് അതേഴ്സ് വെൻ ദേ ആർ ടോക്കിംഗ്. ചിലപ്പോൾ നമ്മളോട് തന്നെ അവരിങ്ങനെ ചെയ്തേക്കാം. നമ്മളെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി കുറച്ചുകൂടി ഉറക്കെ അവർ സംസാരിച്ചേക്കാം. അപ്പോൾ അത് പാടില്ല എന്നെങ്ങനെ പറയും? ഡോണ്ട് ടോക്ക് ഓവർ മീ. അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി അത് തടസ്സപ്പെടുത്തരുത്, എന്നേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. ഡോണ്ട് ടോക്ക് ഓവർ മീ വെൻ ഐ എം ടോക്കിംഗ് ടു യു. മറ്റൊന്ന്, ചിലപ്പോഴെങ്കിലും നമ്മൾ കാണാറുണ്ട്, കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പേരൻസിനോട് അല്ലെങ്കിൽ മുതിർന്നവരോടൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും തർക്കുത്തരം പറയുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ തർക്കുത്തരം പറയരുത് എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഡോണ്ട് ആൻസർ ബാക്ക് ടു യുവർ പേരൻസ് അല്ലെങ്കിൽ എൽഡേഴ്സ്. ഇങ്ങനെ പറയാം കേട്ടോ. യു ഷുഡിൻ ആൻസർ യുവർ പേരൻസ് ബാക്ക്. അതായത് അച്ഛനോടും അമ്മയോടും തർക്കുത്തരം പറയരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. യു ഷുഡിൻ ആൻസർ യുവർ പേരൻസ് ബാക്ക്. അതുപോലെ മറ്റൊന്നാണ്, വല്ലപ്പോഴും എങ്കിലും നമ്മൾ കണ്ടു കാണും, നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആ നീരസം കാണിക്കാൻ വേണ്ടിയിട്ട് പെറുപെറുക്കുന്നത്. അപ്പം അങ്ങനെ പെറുപെറുക്കരുത്, അതൊരു നല്ല കാര്യമല്ല എന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? പ്ലീസ് സ്റ്റോപ്പ് മട്ടറിങ് ആൻഡ് സ്പീക്ക് അപ്പ്. നീ ഇങ്ങനെ പതുക്കെ പെറുപെറുക്കുന്നത് നിർത്തൂ, എന്നിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്ന് പറയൂ, ഉറക്കെ പറയൂ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്ലീസ് സ്റ്റോപ്പ് മട്ടറിങ് ആൻഡ് സ്പീക്ക് അപ്പ്. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട ഈ ഫ്രേസസും സെൻറ്റൻസസും എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തതിൽ കാണാം. ബൈ.